പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്. സാമൂഹിക ക്ഷേമ പെൻഷൻ 5 മാസത്തെ കുടിശ്ശികയും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനും സപ്ലൈക്കേക്കുള്ള വിഹിതവും ഉടൻ നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ലക്കും ലഗാനുമില്ലാതെ കടം വാങ്ങി മുടിഞ്ഞ സ്ഥിതിയിലല്ല സംസ്ഥാനം. ധനസ്ഥിതി മോശവുമല്ല. 2017-2018 നികുതിയേതര വരുമാനമെല്ലാം കൂടി 15,895 കോടിയായിരുന്നെങ്കിൽ ഇപ്പോഴത് 91,615 കോടിയായി ഉയർന്നു. സാമൂഹിക സുരക്ഷാ കമ്പനിയും കിഫ്ബിയും വായ്പയെടുക്കുമ്പോൾ അത് പൊതുകടത്തിൽ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര വ്യവസ്ഥ പിന്നീട് മുൻകാല പ്രാബല്യത്തോടെ കൊണ്ടുവന്നതാണ് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയത്. കേന്ദ്രം നൽകേണ്ടത് 3,951.34 കോടി. സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മീഷനിൽ 2.6% നിന്ന് GSTയുടെ 1.48% ആയും ധനകമ്മീഷനിൽ 4.56% നിന്ന് 2.44% ആയും കുറഞ്ഞു. ഇത് മികച്ച ധനസ്ഥിതിയുടെ സൂചകമാണ്. കേന്ദ്രത്തിൽ നിന്ന് ഹെൽത്ത് മിഷൻ ഗ്രാൻഡായി 725.45 കോടിയും അർബൻ ലോക്കൽ ബോഡി ഗ്രാൻഡായി 513.64 കോടിയും മറ്റു പദ്ധതികൾക്കുള്ള ഫണ്ടും കൂട്ടിക്കൊണ്ട് ടോട്ടൽ മൊത്തത്തിൽ 3,951.34 കോടി രൂപ കിട്ടാനുണ്ട്. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്.